ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 നമ്മൾ ഒരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങുകയാണെങ്കിൽ ഇതിൽ നിഷ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കറക്റ്റായ ഒരു നിഷ് എല്ലാം സെലക്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, എന്തിനാണ് നമ്മൾ ഇത്തരത്തിൽ നിഷ് എല്ലാം സെലക്ട് ചെയ്യുന്നത് എന്നെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതുപോലെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നെല്ലാം നോക്കാം. നിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ബ്യൂട്ടി വ്ളോഗ് എല്ലാമാണ് ചെയ്യുന്നത് എന്ന് കരുതുക. അതിനാൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ വീഡിയോസ് എല്ലാം ഒരേ കാറ്റഗറിയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരേ ടേസ്റ്റിലുള്ള ഒരുപാട് ആളുകളെല്ലാമാണ് വരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കണ്ടൻ്റ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നതിനും എത്തരത്തിലുള്ള കണ്ടൻ്റാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൺഫ്യൂഷൻ എല്ലാം തന്നെ ഒഴിവാക്കാനെല്ലാം സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ ഏകദേശം നിങ്ങളുടെ ടേസ്റ്റിലുള്ള, അതായത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. എന്നാൽ നിങ്ങൾ നിഷ് ഒന്നും സെലക്ട് ചെയ്യാതെ പലതരത്തിലുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൽ പല വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പല ടേസ്റ്റ് എല്ലാം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതിനാൽ തന്നെ പുതിയ ഒരു വീഡിയോ എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഒന്നും കാണണമെന്നില്ല. അതായത് നിങ്ങളുടെ ചില സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരിക്കും ചില വീഡിയോസ് എല്ലാം കാണുക. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടാൻ ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്നത്. ഇനി അതുപോലെ നമ്മൾ ഒരേ ടൈപ്പിലുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരേ ടൈപ്പിലുള്ള ആ ഒരു കാറ്റഗറിയിൽ സ്റ്റിക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻറ്റിന് നമുക്കൊരു കൺസിസ്റ്റൻസി എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. കൺസിസ്റ്റൻ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ എല്ലാം ഒഴിവാക്കാനും ഇത്തരത്തിൽ നമ്മൾ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എല്ലാം സെലക്ട് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരേ കണ്ടന്റ് എല്ലാം ചെയ്യുക വഴി നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റിൽ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വളരെയധികം എക്സ്പേർട്ട് ആകാനെല്ലാം സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ പലവിധ വശങ്ങളെക്കുറിച്ചും അതുപോലെ ഇതിൽ കൂടുതലായുള്ള നോളേജ് എല്ലാം ലഭിക്കുക വഴി നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് നല്ല നല്ല രീതിയിലുള്ള കണ്ടന്റ് എല്ലാം ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓഡിയൻസിനെ എല്ലാം ക്രിയേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ കാറ്റഗറിയിൽ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവെല്ലാം തന്നെ ഇതെല്ലാം വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ ഇത്തരത്തിൽ ഒരേ ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഒരേ നിഷിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്ന ചാനലുകൾക്ക് കൂടുതലായി ലഭിക്കും. അതായത് ചില ബ്രാൻഡുകൾ അല്ലെങ്കിൽ അഡ്വർടൈസേഴ്സ് എല്ലാം തന്നെ ഇത്തരത്തിൽ നല്ല നിഷ് എല്ലാമുള്ള, അതായത് ചില നിഷ് എല്ലാം തന്നെ അവർക്ക് വളരെയധികം അഡ്വർടൈസ്മെൻ്റ് എല്ലാം നൽകുന്നതിനെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ചാനലുകൾക്കെല്ലാം തന്നെ അവർക്ക് കറക്റ്റായി പെട്ടെന്ന് തന്നെ അവർക്ക് ഈ ഒരു അഡ്വർടൈസ്മെൻ്റ് എല്ലാം നൽകാനും അതുവഴി ആ ഒരു ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം വളരെയധികം പെട്ടെന്ന് തന്നെ വളരാനെല്ലാം സഹായിക്കും. അപ്പോൾ നിഷ് എന്നത് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പല വിധത്തിലുള്ള പല കാറ്റഗറിയിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്താതെ ഇത്തരത്തിൽ ഒരു നിഷ് എല്ലാം ഫോക്കസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിന് 2025 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിഷ് ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അതായത് നിങ്ങളുടെ ചാനലിന് ഇത്തരത്തിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ കുറച്ചു കാര്യങ്ങൾ കൂടി ഒരു പുതിയ ചാനലെല്ലാം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ പുതിയ ഒരു ചാനലെല്ലാം തുടങ്ങുമ്പോൾ നിങ്ങളുടെ നിഷിലുള്ള ആ ഒരു ടൈപ്പിൽ കണ്ടന്റ് എല്ലാം ചെയ്യുന്ന ഒരു 5 ചാനലെങ്കിലും നിങ്ങൾ നിരീക്ഷിച്ചിരിക്കണം. അതായത് അവർ എത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് അപ്ലോഡ് ചെയ്യുന്നത്, എത്തരത്തിലാണ് അവർ അവരുടെ ചാനലിൽ തംബ്നെയിൽസ് എല്ലാം കൊടുക്കുന്നത്, എത്തരത്തിലാണ് അവരുടെ ചാനലിൽ ടൈറ്റിലെല്ലാം അവർ നൽകുന്നത്, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങളെല്ലാം തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതെല്ലാം നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് ഏറെ ഗുണം ചെയ്യും. അതുപോലെ നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു 5 മെയിനായിട്ടുള്ള അല്ലെങ്കിൽ 5 നല്ല ചാനലുകളെല്ലാം ഫോക്കസ് ചെയ്യുക വഴി അവരുടെ കണ്ടന്റിൽ വരുന്ന ഗ്യാപ്പുകളെല്ലാം മനസ്സിലാക്കാനും അതിനനുസരിച്ച് വീഡിയോസ് എല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ കൂടുതൽ ഓഡിയൻസിനെ എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്ന കാര്യമാണ്.
അപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഈ ഒരു ടൈറ്റിൽ, തംബ്നെയിൽ അതുപോലെ മറ്റുള്ള ചാനലുകൾ അവർ ഈ ഒരു ട്രെൻഡിനൊപ്പം ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതെല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചതിന് ശേഷമെല്ലാം ഇത്തരത്തിലൊരു ചാനലെല്ലാം തുടങ്ങുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് ഏറെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഇതിലുള്ള ഇൻട്രസ്റ്റ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇത്തരത്തിൽ നിങ്ങൾ ഒരു കറക്റ്റ് നിഷ് എല്ലാം സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് വീഡിയോസ് എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പല ടൈപ്പിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അവസാനം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയെല്ലാം വരാം. എന്നാൽ ഇങ്ങനെ കറക്റ്റായ ഒരു നിഷ് എല്ലാം സെലക്ട് ചെയ്ത് അതിൽ വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും നിങ്ങൾക്ക് വരില്ല. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.